ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് മെൽക്കിസെദെക്ക്. എന്നാൽ മെൽക്കിസെദെക്കിനെ പറ്റി കൂടുതൽ വിവരണം ഹെബ്രായർക്കുള്ള ലേഖനത്തിലല്ലാതെ മറ്റെവിടെയും തന്നെ കാണുന്നില്ല. നോഹയുടെ മകനായ ഷേമിന്റെ മറ്റൊരു നാമമാണ് മെൽക്കിസെദെക്ക് എന്ന് ചിലർ അവകാശപ്പെടുന്നു. അല്ലെങ്കിൽ യെരുസലേമിന്റെ രാജാവായ അഡോനിസെദെക്ക് തന്നെയാണ് മെൽക്കിസെദെക്ക് എന്ന് പറയുന്നവരുമുണ്ട്. വേറെ ചിലർ പറയുന്നതാവട്ടെ മെൽക്കിസെദെക്ക് ഒരു മനുഷ്യൻ മാത്രമാണെന്നും അവന്റെ പിതാവിനെയും മാതാവിനെയും പറ്റി എഴുതപ്പെടാത്തത് അവർക്ക് വലിയ പ്രാധാന്യമില്ലാത്തതിനാലുമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മെൽക്കിസെദെക്ക് ആരെന്ന് നമുക്ക് നോക്കാം. സാലേം രാജാവായ മെൽക്കിസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവന് അബ്രാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ. ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതന്. അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവനു കൊടുത്തു. ഇവിടെ അബ്രഹാം തനിക്ക് അപ്പവും വീഞ്ഞും നൽകി എതിരേൽക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനായ മെൽക്കിസെദെക്കിന് എല്ലാറ്റിന്റെയും ദശാംശം കൊടുക്കുന്നതായി കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ആദ്യ പുരോഹിതനായ ലേവി ജനിക്കുന്നത് തന്നെ അബ്രാഹത്തിനും കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ മെൽക്കിസെദെക്ക് എങ്ങനെ പുരോഹിതനായി എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. മെൽക്കിസെദെക്കിന് പിതാവോ മാതാവോ ഇല്ല എന്നും അവൻ ദൈവപുത്രന് സദൃശനായ ജനനവും മരണവുമില്ലാത്ത എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതനുമാണെന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. ഇക്കാര്യങ്ങളെപ്പറ്റി ഹെബ്രായർക്കു എഴുതിയ ലേഖനത്തിൽ വിശദമാക്കുന്നുണ്ട്. രാജാക്കന്മാരെ വധിച്ചതിനുശേഷം മടങ്ങിവന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കിസെദെക്ക് അവനെ അനുഗ്രഹിച്ചു. സകലത്തിന്റെയും ദശാംശം അബ്രാഹം അവന് നൽകി. അവന്റെ പേരിന് ഒന്നാമതു നീതിയുടെ രാജാവെന്നും രണ്ടാമതു സലേമിന്റെ സമാധാനത്തിന്റെ രാജാവെന്നുമാണ് അർത്ഥം. അവനു പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവന്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രനു സദൃശനായ അവന് എന്നേക്കും പുരോഹിതനാണ്. അവൻ എത്ര വലിയവൻ എന്നു കാണുവിന്. പൂർവ്വ പിതാവായ അബ്രാഹം യുദ്ധത്തില് പിടിച്ചെടുത്തവയുടെ ദശാംശം അവന് കൊടുത്തുവല്ലോ. ലേവിയുടെ പുത്രന്മാരില് പൗരോഹിത്യം സ്വീകരിച്ചിരുന്നവർക്കു തങ്ങളുടെ സഹോദരരും അബ്രാഹത്തിന്റെ മക്കളുമായിരുന്ന ജനങ്ങളില് നിന്നുപോലും ദശാംശം വാങ്ങാന് നിയമത്തിന്റെ അനുശാസനമുണ്ടായിരുന്നു. എന്നാല് അവരുടെ വംശാവലിയിൽപ്പെടാതിരുന്നിട്ടും മെൽക്കിസെദെക്ക് അബ്രാഹത്തില് നിന്നു ദശാംശം വാങ്ങുകയും വാഗ്ദാനം സ്വീകരിച്ചിരുന്ന അബ്രാഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ചെറിയവന് വലിയവനാല് അനുഗ്രഹിക്കപ്പെടുന്നു, തർക്കമില്ല. ലേവ്യ പുരോഹിതന്മാരുടെ കാര്യത്തില് മരണമുള്ള മനുഷ്യരാണ് ദശാംശം വാങ്ങുന്നത്. മെൽക്കിസെദെക്കിന്റെ കാര്യത്തിലാകട്ടെ ജീവിച്ചിരിക്കുന്നുവെന്നു സാക്ഷ്യമുള്ളവന് വാങ്ങുന്നു. ദശാംശം വാങ്ങിയിരുന്ന ലേവി പോലും അബ്രാഹത്തിലൂടെ ദശാംശം കൊടുത്തു എന്ന് പറയാവുന്നതാണ്. എന്തെന്നാല് മെൽക്കിസെദെക്ക് അബ്രാഹത്തെ കണ്ടുമുട്ടുമ്പോൾ ലേവി അബ്രാഹത്തിന്റെ അജാത സന്താനമായിരുന്നു. ലേവി പൗരോഹിത്യം വഴിയാണല്ലോ ജനങ്ങൾക്ക് നിയമം നൽകപ്പെട്ടത്. ആ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാന് കഴിയുമായിരുന്നെങ്കില് അഹറോന്റെ ക്രമത്തില് നിന്നു വ്യത്യസ്തമായി മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ ഉണ്ടാവുക ആവശ്യമായിരുന്നു. പൗരോഹിത്യത്തില് വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും ആവശ്യം മാറ്റം വരുന്നു. ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നുവോ അവന് വേറൊരു വംശത്തിൽപ്പെട്ടവനാണ്. ആ വംശത്തില് നിന്നാകട്ടെ ആരും ബലിപീഠത്തിങ്കല് ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. നമ്മുടെ കർത്താവ് ജനിച്ചതു യൂദായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ്. ഈ വംശത്തിന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് മോശ ഒന്നും പറഞ്ഞിട്ടില്ല. മെൽക്കിസെദെക്കിന്റെ സാദൃശ്യത്തില് മറ്റൊരു പുരോഹിതന് പ്രത്യക്ഷനാകുന്നതില് നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു. ഇവനോ ശാരീരിക ജനന ക്രമമനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത്. എന്തെന്നാല് നീ മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. മെൽക്കിസെദെക്കിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ യാഹുഷയുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്ന് തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യക്തമായി പറഞ്ഞാൽ യാഹുവയുടെ പൗരോഹിത്യത്തിലുള്ള എന്നേക്കും നിലനിൽക്കുന്ന ഒരു പ്രത്യക്ഷതയാണ് മെൽക്കിസെദെക്ക്. കൂടാതെ മെൽക്കിസെദെക്ക് സാലേമിന്റെ അഥവാ യെരുശലേമിന്റെ രാജാവുമാണ്. അതായത് ഉത്തരഗിരിയായ ദൈവത്തിന്റെ മലയാകുന്ന സീനായി പർവ്വതത്തിന് ചുറ്റുമായി വ്യാപിച്ചു കിടക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ ഇസ്രയേലിലെ യെരുശലേമിന്റെ രാജാവും പുരോഹിതനുമാണ് മെൽക്കിസെദെക്ക്. അബ്രാമിനും അവന്റെ സന്തതിക്കുമായി ആദ്യഫലത്തിന്റെ 10 അവൻ യാഹുവ നൽകി. യാഹുവ അതിനെ എന്നേക്കും കൈവശമാക്കേണ്ടതിന് തന്റെ മുമ്പിൽ സേവിക്കുന്ന പുരോഹിതന്മാർക്ക് അത് നൽകണമെന്ന് ശാശ്വതമായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയമത്തിന് ദിവസങ്ങളുടെ പരിധിയില്ല. എന്തെന്നാൽ വിത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും എണ്ണയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ആടുകളിൽ നിന്നും എല്ലാറ്റിലും 10 യാഹുവയ്ക്ക് കൊടുക്കണമെന്ന് അവൻ തലമുറകളായി എന്നേക്കും നിയമിച്ചിരിക്കുന്നു. അബ്രഹാം തന്റെ പുരോഹിതന് സന്തോഷത്തോടെ തിന്നാനും കുടിക്കാനും കൊടുത്തു. യാഹുവ എന്റെ യാഹുവയോട് അരുളി ചെയ്തു, ഞാന് നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. യാഹുവ സിയോനില് നിന്നു നിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ അയക്കും, ശത്രുക്കളുടെ മധ്യത്തില് നീ വാഴുക. വിശുദ്ധ പർവ്വതത്തിലേക്കു നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെത്തന്നെ നിനക്കു സമർപ്പിക്കും. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്നു മഞ്ഞെന്ന പോലെ യുവാക്കള് നിന്റെ അടുത്തേക്കു വരും. യാഹുവ ശപഥം ചെയ്തു, മെൽക്കിസെദെക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിനു മാറ്റമുണ്ടാവുകയില്ല.
And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching, and I hope to see you all soon.